GTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് 10 കോടിയിലേറെ രൂപയുടെ വാർഷിക പദ്ധതി. കരട് പദ്ധതി രേഖയ്ക്ക് വികസന സെമിനാറിന്റെ അംഗീകാരം. കേന്ദ്ര സർക്കാരിന് കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ CPM-ന്റെ പ്രക്ഷോഭം തുടരുന്നു. ഈ മാസം 25-ന് BSNL ഓഫീസ് ധർണ. കവളങ്ങാട് ഏരിയയിൽ കാൽനട പ്രചരണ ജാഥ ആരംഭിച്ചു. കോഴിപ്പിള്ളിപ്പുഴയിൽ മുങ്ങിമരിച്ച അമ്മയ്ക്കും മകൾക്കും നാടിന്റെ വിട. അനേകർ അന്തിമോപചാരം അർപ്പിച്ചു. ഇരുവരുടെയും സംസ്കാരം നടത്തി. വാർത്തകൾ വിശദമായി. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് 10 കോടിയിലേറെ രൂപയുടെ കരട് പദ്ധതി രേഖ തയ്യാറായി. വികസന സെമിനാർ പദ്ധതി രേഖയ്ക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി അടുത്ത സാമ്പത്തിക വർഷത്തിൽ 10 കോടി 18 ലക്ഷം രൂപയുടെ വികസന പദ്ധതികളാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കരട് പദ്ധതി രേഖയ്ക്ക് വികസന സെമിനാർ അംഗീകാരം നൽകി. ഉത്പാദന മേഖലയ്ക്ക് 1.5 കോടി രൂപയും ഭവന പദ്ധതികൾക്ക് 1.25 കോടി രൂപയും ചെലവഴിക്കുവാനാണ് നിർദ്ദേശം. 7 കോടി രൂപയുടെ വനിതാ ഘടക പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ട്. വികസന സെമിനാറിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. ഗ്രാമസഭയിൽ ചർച്ച ചെയ്തെടുത്തിട്ടുള്ള നിരവധി പദ്ധതികൾ ഇവിടെ സമർപ്പിക്കുകയാണ്. ഇന്നത്തെ വികസന സെമിനാറോടുകൂടി ഇതിലേതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് അന്തിമ പട്ടികയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് 2025-26 വാർഷിക പദ്ധതിക്ക് അംഗീകാരമാകുന്ന പ്രക്രിയയാണ് ബ്ലോക്ക് പഞ്ചായത്ത് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ സംസ്ഥാനത്ത് വേറിട്ട സ്വഭാവമുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. 10 പഞ്ചായത്തുകളും 15ഓളം ആദിവാസി ഊരുകളുമുള്ള ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഒട്ടേറെ ആളുകൾ കാർഷിക വൃത്തിയിൽ മാത്രം വരുമാനം കണ്ടെത്തി ജീവിക്കുന്നവരും അതോടൊപ്പം തന്നെ ഏകദേശം 4000ഓളം കുടുംബങ്ങൾ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും നിരവധി പട്ടികജാതി കോളനികൾ ഫീസിബിളായുള്ള ഏറ്റവും കൂടുതൽ പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത്. വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെസി സാജു, ഗോപി മുട്ടത്ത്, കാന്തി വെള്ളക്കയ്യൻ എന്നിവരും സാലി ഐബ്, ജെയിംസ് കോറമ്പേൽ, നിസാമോൾ ഇസ്മായിൽ, ആനിസ് ഫ്രാൻസിസ്, TK കുഞ്ഞുമോൻ, ലിസി ജോസഫ്, CO അമിത, MS സിദ്ദീഖ്, MS മനോജ്, KR രാജേഷ്, ആൽബി ജോർജ് എന്നിവരും പ്രസംഗിച്ചു. GTV ന്യൂസ് കോതമംഗലം. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയും വന്യജീവി നിയമം ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുമുള്ള CPM-ന്റെ കാൽനട പ്രചരണ ജാഥ കവളങ്ങാട് ഏരിയയിൽ പര്യടനം തുടരുന്നു. നേര്യമംഗലത്ത് നിന്നും ആരംഭിച്ച ജാഥ ബുധനാഴ്ച പൈങ്ങോട്ടൂരിൽ സമാപിക്കും. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അർഹമായ പരിഗണന നൽകാത്തതിൽ പ്രതിഷേധിച്ചും കേന്ദ്ര സർക്കാർ വനം നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ടും ഈ മാസം 25-ന് CPM-ന്റെ നേതൃത്വത്തിൽ BSNL ഓഫീസിന് മുമ്പിൽ ധർണ നടത്തുന്നുണ്ട്. ഈ പ്രക്ഷോഭത്തിന്റെ പ്രചരണത്തിനായാണ് കാൽനട ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. കവളങ്ങാട് ഏരിയയിൽ സെക്രട്ടറി ഷാജി മുഹമ്മദാണ് ജാഥ നയിക്കുന്നത്. നേര്യമംഗലത്ത് ആരംഭിച്ച ജാഥയുടെ ഉദ്ഘാടനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം S സതീഷ് നിർവഹിച്ചു. ഇന്നലെയും വന്നു അമേരിക്കയിൽ നിന്നും കുടിയേറിയ ജനവിഭാഗങ്ങളെ കൊണ്ട് പ്രത്യേക വിമാനം. അമേരിക്കയിലേക്ക് കുടിയേറിപ്പോയ മനുഷ്യർ, ലോകത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും കുടിയേറിപ്പോയ മനുഷ്യരുണ്ട്. അതിൽ ഇന്ത്യക്കാരുമുണ്ട്. ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരെ നരേന്ദ്രമോദിയുടെ സുഹൃത്തായ ട്രംപ് അവിടെ കയ്യാമം ചെയ്ത് ഇങ്ങോട്ട് കയറ്റി അയച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. കയ്യിലെ വിലങ്ങ് മാത്രമല്ല, കാലിലും വിലങ്ങുണ്ട്. 1 മണിക്കൂറോ 2 മണിക്കൂറോ വിലങ്ങല്ല, അറസ്റ്റ് ചെയ്തപ്പോ മുതൽ കാലിലും കയ്യിലും വിലങ്ങ് വെച്ച് അമേരിക്കൻ പട്ടാളത്തിന്റെ വിമാനത്തിൽ കുത്തിക്കയറ്റി. ഒന്ന് പ്രാഥമിക ആവശ്യത്തിന് പോലും പോകാൻ അനുവദിക്കാതെ. പണ്ട് ചില സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കാലത്ത് സ്വാതന്ത്ര്യ സമര. ഏരിയ കമ്മിറ്റി അംഗം അഭിലാഷ് രാജ് അധ്യക്ഷത വഹിച്ചു. AA അൻഷാദ്, KE ജോയി, KB മുഹമ്മദ്, നിർമ്മല മോഹൻ, KP ജെയിംസ്, സാബു T മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചു. ബുധനാഴ്ച പൈങ്ങോട്ടൂരിലാണ് ജാഥയുടെ സമാപനം. GTV ന്യൂസ് കോതമംഗലം. കോതമംഗലം കോഴിപ്പിള്ളിയിൽ പുഴയിൽ മുങ്ങിമരിച്ച അമ്മയ്ക്കും മകൾക്കും വീടും നാടും യാത്രാമൊഴിയേകി. ആര്യപ്പിള്ളിൽ ജോമിനിയും മരിയയും ദുഃഖസ്മരണയായി. ശനിയാഴ്ചയാണ് ഇരുവരുടെയും മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നത്.
കോഴിപ്പിള്ളി ആരിപ്പിള്ളിൽ വീട് ഒരു കണ്ണീർ കടലായിരുന്നു. അവിടെ ചലനമറ്റ ശരീരമായി ജോമിനിയും മകൾ മരിയയും. കണ്ണീർ പൊഴിക്കാതെ അവിടെ നിന്ന് ആർക്കും തിരികെ പോകാനാകുമായിരുന്നില്ല. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, മരിയയുടെ സഹപാഠികൾ, അധ്യാപകർ, ജനപ്രതിനിധികൾ എല്ലാവരും. അവസാനമായി ഇരുവരെയും ഒരു നോക്ക് കാണുവാൻ, കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിക്കുവാൻ, ഇനി ഒരിക്കലും മടങ്ങി വരാനാകാത്ത ലോകത്തേക്ക് അവരെ യാത്രയാക്കാൻ അവിടെ എല്ലാവരും എത്തി. യഹോവയോട് ഞാൻ യാചിച്ചു, എൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? യഹോവയെ കേൾക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവേ എന്റെ രക്ഷകനായിരിക്കണമേ. നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. എന്റെ ഇരട്ട നീ അഴിച്ചു, എന്നെ സന്തോഷമടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടത് തന്നെ. എന്റെ ദൈവമായ യഹോവേ, ഞാൻ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. ഉച്ചയോടെയാണ് ജോമിനിയുടെയും മരിയയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത്. അന്തിമോപചാരം അർപ്പിക്കാൻ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു. വൈകുന്നേരത്തോടെ കോതമംഗലം മർത്തമറിയം കത്തീഡ്രൽ വലിയ പള്ളിയുടെ സെമിത്തേരിയിൽ ഇരുവർക്കും അന്ത്യനിദ്രയൊരുക്കി. ചടങ്ങുകൾക്ക് ഏലിയാസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോഴിപ്പിള്ളി പുഴയിലെ ചെക്ക് ഡാമിൽ ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു നാടിനെ നടുക്കിയ ആ ദുരന്തം. മരിയ ഒഴുക്കിൽപ്പെട്ടപ്പോൾ രക്ഷിക്കാൻ ചാടിയതാണ് മാതാവ് ജോമിനി. വിധി രണ്ടുപേരുടെയും ജീവനെടുത്തു. അന്നു തന്നെ മരിയയുടെയും ഞായറാഴ്ച ജോമിനിയുടെയും. ഈസ്റ്റേൺ കമ്പനിയിൽ ജീവനക്കാരനായ അബിയുടെ ഭാര്യയും മകളുമാണ് കുടുംബത്തിന്റെയും നാടിന്റെയും ദുഃഖമായി മാറിയത്. ഇളയ മകൾ ജൂലിയയും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും പുഴയിലിറങ്ങിയിരുന്നില്ല. ജൂലിയയുടെ നിലവിളിയാണ് ദുരന്തം പുറം ലോകത്തെ അറിയിച്ചത്. 39-കാരിയായ ജോമിനി വ്യാപാര സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു 15-കാരി മരിയ. GTV ന്യൂസ്, കോതമംഗലം.